ഇത് ഇനിയും മുന്നോട്ട് പോകും. ഇനിയും കാര്യങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു പൂർണ്ണതയിലെത്തും. നിമിഷപ്രിയ തിരിച്ച് മലയാളത്തിൽ വരും എന്നുള്ള വിശ്വാസമുണ്ട്. കാരണം കൂട്ടായ ഒരു പരിശ്രമം, അതിനകത്ത് ആദരണീയനായ ഗവർണറിൻ്റെ പങ്ക് വളരെ വലുതാണ്. നിങ്ങൾക്കറിയാം, പലതവണ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു കത്ത് കൊടുക്കേണ്ടിയിരുന്നു. ആ കത്ത് കൊടുക്കുവാൻ സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ ഒരു റിക്വസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് യമൻ ഗവൺമെൻറ്റിന് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഗവർണറിൻ്റെ ഇടപെടൽ മൂലമാണെന്നാണ് ശ്രീ സാമുവൽ അദ്ദേഹത്തിൻ്റെ പവർ ഓഫ് അറ്റോണമി എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു പങ്ക് അദ്ദേഹത്തിനുണ്ട്. അതിനുശേഷം വലിയ സീരിയസ് ആയിട്ടാണ് യമൻ ഗവൺമെൻറ് ഇത് എടുത്തെന്ന് പറയുന്നു. അതുപോലെ ആദരണീയനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർകൾ, അദ്ദേഹത്തിൻ്റെ വലിയൊരു പങ്ക് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വലായിട്ടും അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യലായിട്ടുള്ള അവിടെ കണക്ഷൻസ് ഉപയോഗിച്ച് അവിടെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ്മാൻ സാജൻ ലത്തീഫ്, അദ്ദേഹം ഇതിനകത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഒരു നിർണായകമായ പങ്ക് ഉണ്ട് ഈ കാര്യത്തിൽ. അതേപോലെ പലരും ശ്രമിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ. ദീപ ജോസഫിൻ്റെ ഒത്തിരി എഫേർട്സ്, വർഷങ്ങളായിട്ടുള്ള എഫേർട്സ് ഉണ്ട്. സുഭാഷ് ചന്ദ്രൻ ഈ കാര്യത്തിൽ കേസ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. കേരള ഗവൺമെൻറ്റുകൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, വ്യക്തികൾ അതുപോലെ സംഘടനകൾ ഇടപെട്ടിട്ടുണ്ട്. എല്ലാവരുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇങ്ങനൊരു മോചനത്തിൻ്റെ ഒരു കത്ത് അല്ലെങ്കിൽ ഓർഡർ അവിടെ നിന്ന് കിട്ടുവാൻ, അല്ലെങ്കിൽ താൽക്കാലമെങ്കിലും ഇതൊന്ന് നീട്ടിവെക്കുന്ന ഒരു ഓർഡർ കിട്ടുവാൻ സാധിച്ചതിൽ അതിയായ ചാരിതാർത്ഥ്യം.